പറവൂരിൽ നിന്നൊരു സങ്കട വാർത്ത വരുന്നുണ്ട്. കലാശക്കൊട്ടിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചു എന്നുള്ളതാണ്. തത്തപ്പള്ളി സ്വദേശി അലിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കലാശക്കൊട്ടിനിടെ പാർട്ടികളിലേക്ക് ശക്തി പ്രകടനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുൾപ്പെടെ എല്ലാവരും ആടിയും പാടിയും ഒക്കെ വലിയ ആഘോഷമാക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സങ്കട വാർത്ത കൂടി വരുന്നത്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി കൂടുതൽ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ അല്പസമയത്തിനുള്ളിൽ ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 3 പാർട്ടികളും വലിയ രീതിയിലുള്ള ആഘോഷമാക്കിയാണ് ഈ കലാശക്കൊട്ട് അവസാനിപ്പിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു സങ്കട വാർത്ത വരുന്നത്. വിപിൻസിയുടെ വിവരങ്ങളുമായി വിപിൻസി, എന്താണ് സംഭവിച്ചത്? പറവൂരിലെ കൊട്ടിക്കലാശം നമ്പൂരിശൻ ആലിന് സമീപത്തായിരുന്നു. LDF-ന്റെയും UDF-ന്റെയും BJP-യുടെയും അവിടെ വെച്ചിട്ടായിരുന്നു. ഈ തത്തപ്പള്ളി സ്വദേശിയായിട്ടുള്ള അലിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു. UDF പ്രവർത്തകനായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, തത്തപ്പള്ളിയിലെ സജീവ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അപ്പൊ ഈ ബാൻഡ് അടിക്കുന്നതിന്റെ മുൻപിലായിട്ടാണ് അദ്ദേഹം നിന്നിരുന്നത്. അതിനുശേഷം ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഈ കൊട്ടിക്കലാശത്തിന്റെ ഒരു അവസാന ഘട്ടമായപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. അതിന് പറവൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടൻ പ്രവേശിപ്പിച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത്. പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ അവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ET ടൈസൺ മാസ്റ്ററും എല്ലാം തന്നെ ആശുപത്രിയിൽ എത്തുകയും മറ്റ് സ്ഥിതിവിവരങ്ങൾ അന്വേഷിക്കുകയും അപ്പോൾ ശരി വിപിൻസി വിജയൻ, എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻസി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.